ഇന്ന് ജൂൺ 12 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു റിലീഫ് റാലിയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വലിയ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം വാങ്ങൽ ശക്തമായതോടെ പ്രധാന സൂചികകൾ മികച്ച നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 1695 പോയിന്റ് ഉയർന്ന് 75,527 നിഫ്റ്റി 50 23,622 ബാങ്ക് നിഫ്റ്റി 56,814 ക്ലോസ് ചെയ്തത്. മാർക്കറ്റ് ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന് പ്രധാനപ്പെട്ട കാരണം വെസ്റ്റ് ഏഷ്യയിലെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറയുമെന്ന പ്രതീക്ഷയും ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും താഴ്ന്നതുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ടുള്ള സമാധാന കരാറിലേക്കുള്ള സാധ്യതയെക്കുറിച്ച് നടത്തിയ പോസിറ്റീവ് പരാമർശങ്ങളെ ആഗോള വിപണികളിലും മികച്ച സെന്റിമെന്റ്സ് കൊണ്ടുവന്നു. ടോപ്പ് ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ന്യൂസ് നോക്കുകയാണെങ്കിൽ വോഡാഫോൺ ഐഡിയ കമ്പനിയുടെ ടേൺ അറൌണ്ട് സ്റ്റോറിക്കും പ്രൊമോട്ടർ ഫണ്ടമെന്റൽ പ്ലാനിനും ചെയർമാൻ കുമാർ മംഗളം ബിർള നൽകിയ ശക്തമായിട്ടുള്ള പിന്തുണയെ തുടർന്ന് 6% ഉയർന്നു. അതുപോലെ തന്നെ ഹിറ്റാച്ചി എനർജി ഇന്ത്യ പുതിയ ട്രാൻസ്ഫോമർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി സ്ഥാപിക്കുന്നതിനായിട്ട് 2000 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചതോടെ ഹിറ്റാച്ചി എനർജി ഇന്ത്യ ഓഹരികൾ ഏകദേശം 3% നേട്ടം കൈവരിച്ചു. അതേപോലെ തന്നെ ലാസൻ ആൻഡ് ടൂബ്രോ, L&T വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷാവസ്ഥ കുറയുന്നതിന്റെ നേട്ടം ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ ഗുഡ് കമ്പനികൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ L&T ഓഹരികളും 2% ഉയർന്നു. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിനാൻസ്, ലാസൻ ആൻഡ് ടൂബ്രോ. അതുപോലെ തന്നെ ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ നെസ്ലെ ഇന്ത്യ, ONGC, ടെക് മഹീന്ദ്ര. മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ കൺസേൺ കുറയുകയും ക്രൂഡ് ഓയിൽ പ്രൈസ് സോഫ്റ്റ് ആവുകയും ചെയ്യുന്നു. ഇൻവെസ്റ്റേഴ്സ് വീണ്ടും റിസ്ക് ഓൺ മോഡിലേക്ക് മടങ്ങിയെത്തിയ ദിവസമായിരുന്നു. വരും ദിവസങ്ങളിൽ നിഫ്റ്റി 23,500 മുകളിലുള്ള നിലനിർത്തുമോ എന്നതാണ് മാർക്കറ്റ് ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത്. സാധ്യതകളെല്ലാം വളരെ പോസിറ്റീവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഒരു റീബൗണ്ട് സ്റ്റോറി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 23,100 നിന്നുള്ള റിജക്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ആ ഒരു റിജക്ഷന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് കണ്ടത്. റിജക്ഷൻ സ്ട്രെങ്ത് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ല താഴേക്ക് വന്ന് ഒന്നുകൂടി ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അപ്പൊ അടുത്ത ആഴ്ചയിലെ മാർക്കറ്റ് സാധ്യതകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകളെ പറ്റിയും മറ്റ് സ്ട്രാറ്റജികളെ പറ്റിയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ മാർക്കറ്റ് സ്റ്റോറി. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ബൈ.